നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്നുമില്ലാതെ ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എന്താണ് അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞൊരു ബൗളിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. അതൊന്ന് തണുക്കാനായിട്ട് വെക്കുന്നത് ഏറ്റവും നല്ല ഫ്രിഡ്ജിൽ. അത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിനുള്ള ക്രീമി സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഒരു റോബസ്റ്റ പഴം നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് ചില്ലാക്കണം. പിന്നീട് മക്കാനെ ഞാൻ എടുത്തിരിക്കുന്നത് മക്കാനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് തണുത്തിരിക്കുക, അത് മിക്സിയിൽ അടിക്കണമെങ്കിൽ ചൂടാക്കിയതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ട് കൊടുക്കുക. റോബസ്റ്റ പഴവും മക്കാനയും കാഷ്യൂ നട്ട്സും 3/4 കപ്പ് പാലും, ഇത് മൂന്നും കൂടെയാണ് നമുക്ക് ക്രീമി സ്ട്രക്ചർ ഇതുപോലെ ക്രീമായിട്ട് വരും നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. പിന്നീട് നമുക്കൊരു ഓവൽ ഷേപ്പുള്ളൊരു പാത്രത്തിൽ നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ഇഷ്ടം എന്താണോ ആ ഫ്രൂട്ട്സുകളെല്ലാം നിരത്തി ഇതിൽ കൊടുക്കുക. ആ ക്രീം നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ക്രീം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, വാനില എസൻസ് ഒഴിക്കാനായിട്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഓർത്ത് പെട്ടെന്ന് വന്നത് 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് എടുത്തുപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മുകളിലോട്ട് സ്കൂപ്പായിട്ടിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യൽ ആവട്ടെ, മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.